ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷണ റിപ്പോർട്ട് 6 മാസത്തിനകം സമർപ്പിക്കുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപകടകരമായ സാഹചര്യത്തിലാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടന്നത് എന്ന് കമ്മീഷൻ. കളക്ടറിൽ നിന്നും കമ്മീഷണറിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ തേടി കമ്മീഷൻ. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന കോടാലി കടമ്പോട് സ്വദേശി അനോഷ് വ്യാഴാഴ്ച ആശുപത്രി വിടും. അനോഷിന്റെ പിറന്നാളിനെ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലം തകർന്ന് യുവാവിന് ഗുരുതര പരിക്ക്. ഇതര സംസ്ഥാന സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും കവർന്നു. വാർത്തകൾ വിശദമായി. വെടിക്കെട്ട് അപകടം നടന്ന മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പരിശോധന നടത്തി. വെടിക്കെട്ട് അപകടത്തിൽ പരുക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്നവരെ സന്ദർശിച്ച് മൊഴിയെടുത്തതിന് ശേഷമാണ് കമ്മീഷൻ സംഭവസ്ഥലം സന്ദർശിച്ചത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകില്ലെന്നും സുരക്ഷിതവും ശാസ്ത്രീയവുമായ രീതിയിൽ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നും കമ്മീഷൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. സാധാരണ ഒരു കമ്മീഷനൊക്കെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കോടതി പോലെ തന്നെ നോട്ടീസ് അയച്ച് കേൾക്കാനും വിസ്തരിക്കാനുള്ള അധികാരങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെൻറ് സാധാരണ ഒരു 6 മാസം സമയമാണ് തരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന 6 മാസമാണ്. 6 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ ഒക്കുമായിരിക്കും. അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ അപകടത്തിൽ പെട്ടുന്നവരെ കണ്ട് ഇതിലെ ദൃക്സാക്ഷികൾ, ഇവിടെ ജോലി ചെയ്തിരുന്നവർ, അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള എൻ്റെ പ്രധാനമായിട്ടുള്ള. ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഭാഗ്യദോഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏറ്റവും സുപ്രധാന തെളിവ് കിട്ടേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ 2 പേരായിട്ട് സംസാരിച്ചു. ഒരാൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് ഒന്നും അയക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അതിലൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു. വെടിക്കെട്ട് പുരകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളും പൊട്ടിച്ചിതറിക്കിടക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളുടെ അവശിഷ്ടങ്ങളും കമ്മീഷൻ പരിശോധിച്ചു. പരിശോധനാ സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. അപകട കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്നും അടുത്തടുത്തുള്ള സൗകര്യം കുറഞ്ഞ ചെറിയ ഷെഡുകളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നും സുരക്ഷിതവും ശാസ്ത്രീയവുമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. മനസ്സിലായി? ഇതുപോലെ ഒരു വളരെ മോശം കെട്ടിടങ്ങളിൽ ലൈസൻസ് ഉള്ള കെട്ടിടങ്ങളാണെന്ന് പറയുന്നത് 3 ചെറിയ കെട്ടിടങ്ങളാണ്. 3 ചെറിയ കെട്ടിടങ്ങളിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. 40 പേർക്ക് 43 പേർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ചെറിയ ചെറിയ ഷെഡുകളെല്ലാം അവിടെ കെട്ടി, അവിടെ എല്ലാം സ്റ്റോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, വളരെ തീ പോലത്തെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം വളരെ മോശമായിരുന്നു. പിന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമോ യാതൊരു എക്വിപ്മെൻറ്റോ യാതൊന്നും ഇല്ലായിരുന്നു. അല്ല, ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലോഷനിൽ ഫയർ ഫൈറ്റിങ്ങിനൊന്നും സ്കോപ്പില്ല. എല്ലാം പോസ്റ്റ്മോർട്ടം പോലെയാണ്. ഇതൊക്കെ എക്സ്പ്ലോഷനാണ്. വെടിമരുന്നിന് അങ്ങനെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തീയാണ്. പരിക്കേറ്റവരുടെയും മറ്റ് തൊഴിലാളികളുടെയും മൊഴിയെടുക്കും. കേരളത്തിലെ ഉത്സവങ്ങളുടെ പ്രധാന ആകർഷണമാണ് വെടിക്കെട്ട്. വിദേശികൾ ഉൾപ്പെടെ വെടിക്കെട്ട് കാണാൻ കേരളത്തിലെത്തുന്നുണ്ട്. ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് വെടിക്കെട്ട്. വെടിക്കെട്ട് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകില്ലെന്നും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായ രീതിയിൽ വെടിക്കെട്ട് നടത്താനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ്, ADM R മനോജ്, തഹസിൽദാർ MC അനുപമൻ തുടങ്ങിയവർ കമ്മീഷനൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. വെടിക്കെട്ട് നിർമ്മാണ ജോലികൾക്ക് സഹായിയായി പോകാറുള്ള മതിലകം തൃപ്പേക്കുളം സ്വദേശിയായ ഹരിയും മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ടിരുന്നു.
സ്ഫോടനത്തിൽ കാലിൽ കമ്പി തുളഞ്ഞു കയറുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പൊള്ളലേൽക്കുകയും ചെയ്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരിയെ E.T. ടൈസൺ MLA സന്ദർശിച്ചിരുന്നു. ഹരി പറഞ്ഞ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി MLA പങ്കുവച്ചു. ഹരി കരാറുകാരനായ സതീശനെ രക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ മാലയും ഫോണും തിരിച്ചേൽപ്പിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അപകടത്തിൽ ഹരിയുടെ ബൈക്കും കത്തിനശിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ MLAയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരിച്ചറിഞ്ഞ പ്രവാസിയായ അന്തിക്കാട് സ്വദേശി വസിഷ്ഠനാണ് ഹരിക്ക് സ്കൂട്ടർ സമ്മാനമായി നൽകിയത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA ഹരിക്ക് വാഹനം കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യുഷിനും ആദരവ് നൽകി. വൈസ് പ്രസിഡന്റ് PM ആൽഫ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന റഷീദ്, PP പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. പാമ്പുകടിയേറ്റ് അങ്കമാലിയിലെ അപ്പോളോ ആശുപത്രിയിൽ കഴിയുന്ന കോടാലി കടമ്പോട് സ്വദേശി അനോഷ് വ്യാഴാഴ്ച ആശുപത്രി വിടും. അനോഷ് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അനോഷിന്റെ ജന്മദിനം ആശുപത്രിയിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അനോഷിന്റെ മാതാപിതാക്കളായ ജോൺസി, സിൽജോ, സഹോദരി ഏഞ്ചൽ എന്നിവരും ഡോക്ടർമാരും സംബന്ധിച്ചു. ഈ മാസം 19-നാണ് വീട്ടിൽ ഉറങ്ങുന്നതിനിടെ അനോഷിനും ഇളയ സഹോദരൻ ആൽജോയ്ക്കും വെള്ളിക്കട്ടൻ ഇനത്തിലുള്ള പാമ്പിന്റെ കടിയേറ്റത്. ആൽജോ അന്നു തന്നെ മരിച്ചു. ഗുരുതരാവസ്ഥയിൽ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനോഷ് വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. കയ്പമംഗലത്ത് വീട്ടുമുറ്റത്തെ ചെടിക്കുള്ളിൽ നിന്ന് അണലിയെ പിടികൂടി. കാളമുറി കിഴക്ക് പള്ളിപ്പറമ്പിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്തു നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി 3 അടി നീളമുള്ള അണലി പാമ്പിനെ പിടികൂടി. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലം തകർന്ന യുവാവിന് ഗുരുതര പരിക്ക്. ഉത്തർപ്രദേശ് സ്വദേശിയായ 22-കാരനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പാലത്തിന്റെ വശത്തുള്ള ഇരുമ്പ് ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനിടെയാണ് അപകടം. പാലത്തിന് മുകളിൽ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്ന യുവാവ് വശത്തെ ഇരുമ്പ് പാളി നീക്കം ചെയ്തതോടെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് താഴെയുള്ള വടക്കാഞ്ചേരി പുഴയിലേക്ക് പതിച്ചു. ഇതോടെ യുവാവും പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 തൊഴിലാളികൾ വശങ്ങളിലേക്ക് എടുത്തു ചാടിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ യുവാവിന്റെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ യുവാവിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും കവർന്നു. പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിപാട് കൗണ്ടറിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയിട്ടുള്ളത്. ഇതിനുള്ളിലെ സ്ട്രോങ് റൂമിന്റെ ഷട്ടറും തകർത്തിട്ടുണ്ട്. 2 ലോക്കറുകളിലായാണ് പണവും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ക്ഷേത്രക്കുളം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ജോലികൾ നടക്കുന്നതിനാലാണ് ഓഫീസിൽ പണം സൂക്ഷിച്ചിരുന്നത്. കൃത്യമായി രേഖയുള്ള 1,20,000 രൂപയും 2 ദിവസത്തെ വഴിപാട് പണവും അടക്കം 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഭഗവതിക്ക് ചാർത്താനുള്ള 3 മാല, ഗണപതിക്കും അയ്യപ്പനും തുടിക്കാനുള്ള 2 പൊട്ട്, അയ്യപ്പന് കഴുത്തിൽ ചാർത്താനുള്ള മണി, 100ഓളം താലികൾ എന്നിവയാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ. ഇവയുടെ കൃത്യമായ തൂക്കം സൂക്ഷിച്ചിട്ടില്ല. 7 പവനിലധികം വരുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ കണക്കുകൂട്ടൽ. ഗുരുവായൂർ ACP V. സുരേഷ്, SI U. മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾ എത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ. ക്ഷേത്രവുമായി അടുത്തറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. ക്ഷേത്ര ജീവനക്കാരൻ കേശവദാസ് ചൊവ്വാഴ്ച രാത്രി 7:30യോടെയാണ് വഴിപാട് കൗണ്ടർ പൂട്ടിപ്പോയത്. ബുധനാഴ്ച രാവിലെ 5:45-ന് ഇയാൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 20 വർഷം മുൻപ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടന്നതിന് ശേഷം ആഴ്ചയിൽ ഭണ്ഡാരം തുറക്കാറുണ്ട്. ഇത് കൃത്യമായി അറിയുന്നതുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള 8 ഭണ്ഡാരങ്ങൾ ഒന്നും തന്നെ മോഷ്ടാക്കൾ തൊട്ടിട്ടില്ല. ക്ഷേത്രത്തിനകത്തും പ്രവേശിച്ചിട്ടില്ല. മതിൽക്കെട്ടിൽ ഇരുമ്പാണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. വഴിപാട് കൗണ്ടറിന് പുറകിലായി 1.5 അടി നീളത്തിൽ ആണികൾ നേരത്തെ നീക്കം ചെയ്തിരുന്നു. തൊട്ടടുത്ത വീട്ടുമതിൽ ചാടിക്കടന്ന്
ഇരുമ്പാണികളില്ലാത്ത മതിൽ വഴിയാണ് മോഷ്ടാക്കൾ ക്ഷേത്രവളപ്പിൽ കടന്നിട്ടുള്ളത്. വഴിപാട് കൗണ്ടറിന് പുറകിലൂടെ എത്തി താഴത്തെ കാവിന് മുന്നിലുള്ള ബൾബ് അഴിച്ചുമാറ്റി. കോൺക്രീറ്റ് കഷ്ണം ഉപയോഗിച്ചാണ് വഴിപാട് കൗണ്ടറിന്റെ പ്രധാന വാതിൽ തള്ളി തുറന്നത്. ശക്തിയായ തള്ളലിൽ അകത്തെ ടവർ ബോൾട്ട് ഇളകി വാതിൽ തുറക്കുകയായിരുന്നു. തുടർന്ന് സെൻട്രൽ ലോക്കുള്ള ഷട്ടർ ഒരാൾക്ക് കടക്കാൻ പാകത്തിൽ ഇളക്കി മാറ്റി. ഇതിന് പുറകിലെ മരത്തിന്റെ വാതിലും തകർത്താണ് മോഷ്ടാക്കൾ സ്ട്രോങ് റൂമിൽ കയറിയത്. 2 അലമാരകളുടെയും ചുമരിൽ സ്ഥാപിച്ചിട്ടുള്ള ലോക്കറിന്റെയും പൂട്ടുകൾ തകർത്തിട്ടുണ്ട്. പണം പ്രധാന അലമാരയുടെ ലോക്കറിലും സ്വർണം ചുമരിലെ ലോക്കറിലുമാണ് സൂക്ഷിച്ചിരുന്നത്. സാധാരണ 1-2 ദിവസത്തെ വഴിപാട് പണം മാത്രമാണ് ഇവിടെ സൂക്ഷിക്കാറ്. എന്നാൽ ക്ഷേത്രക്കുള നിർമ്മാണം നടക്കുന്നതിനാലും ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ളതിനാലും ഏതാനും മാസങ്ങളായി പണം ഇവിടെയാണ് സൂക്ഷിക്കാറ്. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളോ CCTV ദൃശ്യങ്ങളോ സംഭവസ്ഥലത്ത് നിന്ന് പോലീസിന് ശേഖരിക്കാനായിട്ടില്ല. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസിന് തുമ്പായിട്ടുള്ളത്. സ്ട്രോങ് റൂമിനകത്ത് സൂക്ഷിച്ചിരുന്ന ഹാക്സോ ബ്ലേഡും വെട്ടുകത്തിയും മോഷ്ടാക്കൾ പുറത്തു കൊണ്ടുവന്ന് വെച്ചിരുന്നു. സംശയമുള്ള നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു. ടൗണിലടക്കമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഇടിയഞ്ചിറ റെഗുലേറ്റർ സന്ദർശിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 5 കോടിയിലധികം രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളിലെ ചോർച്ച പരിഹരിക്കാതെ താൽക്കാലിക ബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നീക്കം നാട്ടുകാർ കഴിഞ്ഞ ദിവസം തടഞ്ഞതിനെ തുടർന്ന് റെഗുലേറ്റർ സന്ദർശിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. റെഗുലേറ്ററിന്റെ നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല എന്നും ഷട്ടർ തുറക്കാതെ തന്നെ ഇരുഭാഗങ്ങളിലും ജലനിരപ്പ് തുല്യമായി നിൽക്കുന്നത് ഷട്ടറിന്റെ ചോർച്ചയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ചോർച്ച പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമേ താൽക്കാലിക ബണ്ട് പൊളിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരോട് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് പറഞ്ഞു. ഇപ്പം നിലവിൽ നീക്കുള്ളത് കൊണ്ടാണ് ലീക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 2 സൈഡിലും ഈക്വലായിട്ട് വെള്ളം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുറവോ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതല്ലാത്തത് കൊണ്ട് നമുക്കിത് ലീക്കാണ് എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സുതാര്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന 2 പഞ്ചായത്തും, മുല്ലശ്ശേരി പഞ്ചായത്തും അതുപോലെ വെങ്കിടങ്ങ് പഞ്ചായത്തിലെയും ഭരണസമിതികളെയും അവരത് വേണ്ട വിധത്തിൽ അത് കാണിച്ചു തന്നതിന് ശേഷം തന്നെയാണ് ഈ പണി പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. വൈസ് പ്രസിഡന്റ് MK ഹബീബ്, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, ഉദ്യോഗസ്ഥരായ മെക്കാനിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ, സിവിൽ എഞ്ചിനീയർ വിഭാഗം ഓഫീസർ ഗോപിത തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും.
ക്ഷേത്രോത്സവത്തിൽ ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് കൊടിപ്പുറത്ത് വിളക്ക്. രാത്രി 9:30 ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ശ്രീകോവിലിൽ നിന്ന് സംഗമേശനെ തിടമ്പിലേക്ക് ആവാഹിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി തിടമ്പ് കയ്യിലേന്തി ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ശ്രീകോവിലിന് പുറത്തേക്ക് വരുന്നു. തുടർന്ന് 2 ആനകളുടെ അകമ്പടിയോടെ ഗജവീരന്റെ പുറത്തേറി പ്രദക്ഷിണം ചെയ്ത് പൂർത്തീകരിക്കുന്നതോടെ ആദ്യ പഞ്ചാരിമേളത്തിന് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശീവേലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയും 11 വർഷങ്ങൾക്ക് ശേഷം മരണമടയുകയും ചെയ്ത ചാലക്കുടിയിലെ മാത്യു ആച്ചാടനെ അന്തിമോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് ആളുകളെത്തി. പരിയാരത്തെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ ഹൃദയം മാറ്റിവെച്ച എറണാകുളം ലിസി ആശുപത്രിയിലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അന്തിമോപചാരം അർപ്പിച്ചു. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA അടക്കം നിരവധി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക നേതാക്കളും മാത്യുവിന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. പരിയാരം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. വേനൽ ചൂടിന് ആശ്വാസമായി ഇരിഞ്ഞാലക്കുടയിൽ കനത്ത മഴ. കൂടൽമാണിക്യം ക്ഷേത്രമടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്തു. മഴയിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പതിനൊന്ന് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ. തമിഴ്നാട് രാമനാഥപുരം സ്വദേശി ഗണേശൻ നടേശനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. 2024 സെപ്റ്റംബർ 13 കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് സഫ്ന എന്നിവർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ ക്ഷേത്രം കാര്യസ്ഥനായിരുന്ന കണ്ടിയൂർ പട്ടത്ത് നമ്പീശന്റെ ഓർമ്മയ്ക്കായി വടക്കേ നടയിൽ നിർമ്മിച്ച സ്മാരകശിലയുടെ സമർപ്പണം നടത്തി. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് സമർപ്പണം നിർവഹിച്ചു. കണ്ടിയൂർ പട്ടത്തെ ഇപ്പോഴത്തെ അവകാശികളായ വാസുദേവൻ നമ്പീശൻ, ഭാര്യ നന്ദിനി നമ്പീശൻ, മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EK നാരായണൻ ഉണ്ണി, അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത്, LP വിശ്വനാഥൻ, TR ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലുവാമല എരവത്തൊടി കിഴക്കേ മാരിയമ്മൻ കോവിലിൽ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. മണിയക്കാരൻ കറുപ്പൻ മുതലി പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകർന്നു. നിരവധി യുവതികളും സ്ത്രീകളും പൊങ്കാല സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. എരവത്തൊടി കിഴക്കേ മാരിയമ്മൻ കോവിലിൽ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് ചൊവ്വാഴ്ചയാണ് തുടക്കമായത്. വെള്ളിയാഴ്ച ചടങ്ങുകൾക്ക് സമാപനമാകും. തിരുവല്ലുവാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവല്ലുവാമല ഗ്രൂപ്പ് ഓഫീസ് സൂപ്രണ്ട് സരിത, പറക്കോട്ടുകാവ് ദേവസ്വം ഓഫീസർ സുമ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മെയ് 10 തിരുവല്ലുവാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. മണലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി UM മുബാറക്കിനെതിരെ UDF അച്ചടക്ക നടപടി. മുബാറക്കിനെ കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താൻ ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആൻഡോ പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, RM ബഷീർ, ധനേഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. LK അന്താരാഷ്ട്ര ഹ്രസ്വചിത്ര മത്സരത്തിൽ 2ാം സ്ഥാനം നേടി ആദിത്യ നാരായണന്റെ പേപ്പർ വിങ്സ്. LK അന്താരാഷ്ട്ര ഹ്രസ്വചിത്ര മത്സരത്തിൽ ആനിമേഷൻ വിഭാഗത്തിൽ കോട്ടയം
KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ കൊടകര സ്വദേശി ആദിത്യനാരായണന്റെ പേപ്പർ വിങ്സിന് 2ാം സ്ഥാനം ലഭിച്ചു. കൊച്ചിയിൽ പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച ഫിലിം ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തിൽ സംവിധായകനും ഫിലിം ഫെസ്റ്റിവൽ ജൂറി ചെയർമാനുമായ കമൽ പ്രശസ്തിപത്രവും ശില്പവും 15,000 രൂപ ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന പുരസ്കാരം സമ്മാനിച്ചു. LK ഫൗണ്ടേഷൻ സ്ഥാപകൻ രാജേഷ് പുത്തൻപുരയിൽ, സംവിധായകരായ TV ചന്ദ്രൻ, സണ്ണി ജോസഫ്, ബോളിവുഡ് നടനും സംവിധായകനുമായ രജിത് കപൂർ, നിർമ്മാതാവായ സോഹൻ റോയ്, മണിപ്പൂരി സംവിധായകൻ ഹൗബം പവൻകുമാർ, നടൻ വിനീത് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊടകര മരത്തോംപിള്ളിക്കര വടക്കേടത്ത് രാജീവ് രാഗി ദമ്പതികളുടെ മകനാണ് ആദിത്യനാരായണൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാലപ്പഴക്കത്താൽ മങ്ങിയ നരസിംഹാവതാരം ചിത്രം പുതുശോഭയോടെ പുനരാവിഷ്കരിച്ച് സമർപ്പിച്ചു. നരസിംഹ ജയന്തി ദിനമായ വ്യാഴാഴ്ച ചിത്രം ക്ഷേത്രം മുഖപ്പിലെ പഴയ സ്ഥാനത്ത് സ്ഥാപിക്കും. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാളായിരുന്ന KU കൃഷ്ണകുമാറാണ് നരസിംഹാവതാരം എണ്ണഛായ ചിത്രം തനിമ ചോരാതെ പുനരാവിഷ്കരിച്ചത്. 6 അടി നീളവും 4 അടി വീതിയുമുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചു. ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ ലജിമോൾ, E സുന്ദർരാജ്, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 74 വർഷം മുൻപ് പ്രശസ്ത ചിത്രകാരൻ S ശ്രീനിവാസ അയ്യർ വരച്ച ചിത്രമായിരുന്നു ഇത്. പുതിയ റെക്കോർഡ് തിളക്കവുമായി മുഹമ്മദ് അഷ്ഫാഖ് ഇനി ഏഷ്യൻ അത്ലറ്റിക് ട്രാക്കിലേക്ക്. ബംഗളൂരുവിൽ നടക്കുന്ന 24ാമത് ഫെഡറേഷൻ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കുറിച്ച സ്വർണ്ണ റെക്കോർഡുമായാണ് കേരളത്തിന്റെയും ഒപ്പം പെരിഞ്ഞനം ചക്കരപ്പാടത്തിന്റെയും അഭിമാന താരം ഏഷ്യൻ ട്രാക്കിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. 400 മീറ്റർ ഫൈനലിൽ 46.05 സമയത്ത് ഓടിയെത്തിയാണ് അഷ്ഫാഖ് ജൂനിയർ താരങ്ങളുടെ റെക്കോർഡിട്ടതും തന്റെ കായിക ജീവിതത്തിൽ മറ്റൊരു നേട്ടം അടയാളപ്പെടുത്തിയതും. ഇതോടെയാണ് ഏഷ്യൻ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിന് സൗത്ത് ഏഷ്യൻ മത്സര ജേതാവായ അഷ്ഫാഖിന് അവസരം ലഭ്യമായത്. ഏഷ്യൻ അത്ലറ്റിക് മത്സരത്തിന്റെ യോഗ്യതാ മാനദണ്ഡ സമയം 47.53 സെക്കൻഡ് അതിജീവിച്ചാണ് ഈ നേട്ടം. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശികളായ മടത്തിപ്പറമ്പിൽ അഷ്റഫിന്റെയും ജസി അഷ്റഫിന്റെയും ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ് മുഹമ്മദ് അഷ്ഫാഖ്. Of Bihar finishing second, it seems. Let's wait and watch for the official results that would be there on the screen in a short while from now. ഇസാഫ് ബാലജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ URC തൃശൂരിന്റെ കീഴിൽ വരുന്ന വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന പഠന കളരി ക്യാമ്പ് സംഘടിപ്പിച്ചു. URC അരണാട്ടുകര ഹാളിൽ നടന്ന ക്യാമ്പ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവിഷൻ കൗൺസിലർ വിഭിത വാസു അധ്യക്ഷത വഹിച്ചു. URC BPC ജെയ്സൺ, ഇസാഫ് ബാലജ്യോതി ക്ലബ്ബ് വിൽസൺ, KB ബ്രിജി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. തിരുവല്ലുവാമലയിൽ NCC സമ്മർ ക്യാമ്പിന് തുടക്കമായി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ 600ഓളം NCC കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. തിരുവല്ലുവാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക MS ജയശ്രീ, NCC ഓഫീസർ VJ ടോണി ആന്റണി എന്നിവർ സംസാരിച്ചു. കൊടകര ടൗണിൽ വാഹനങ്ങളുടെ അമിത വേഗം മൂലം സംഭവിക്കുന്ന അപകടങ്ങൾക്ക് അറുതി വരുത്താൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന KSRTCയുടെ ദീർഘദൂര ബസ്സുകൾ അമിത വേഗതയിൽ വരുന്നത് അപകടം സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളിക്കുളങ്ങര, ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ ഈ ജംഗ്ഷനിൽ തൃശൂർ ചാലക്കുടി റോഡ് മുറിച്ചു കടന്നാണ് പോകുന്നത്. ജംഗ്ഷനിൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് 50 മീറ്റർ മുൻപായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാൻ കഴിയും. പുതുക്കാട് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് GP രാമചന്ദ്രൻ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറി K സുജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺ പീറ്റർ എന്നിവർ പങ്കെടുത്തു. വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും ഭാഗവതാർച്ചന ദശാവതാര ചാർത്ത് ഉത്സവവും വെള്ളിയാഴ്ച ആരംഭിക്കും. മധുസൂദനൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മെയ് 6 മുതൽ 12 വരെ ഭാഗവത സപ്താഹ പാരായണം നടക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ രാജേഷ് ആറേലിൽ, ഷീല ദിനേശൻ, ഗോപാലകൃഷ്ണൻ നായർ കണ്ണാടിപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച കവർച്ച വധശ്രമ കേസുകളിലെ പ്രതി അറസ്റ്റിലായി. ആളൂർ മാനാട്ടുകുന്ന് സ്വദേശി പേരിപ്പറമ്പിൽ വീട്ടിൽ രതീഷാണ് അറസ്റ്റിലായത്.
പാഴിയോട്ടുമുറിയിൽ തകിൽ വാദ്യകലാകാരനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പാത്രമംഗലം റോഡിൽ താമസിക്കുന്ന 52 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടാണ് വേലായുധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടങ്ങോട് പഞ്ചായത്ത് 8ാം വാർഡ് ഹരിതകർമ്മസേനാംഗം കൂടിയായ ഭാര്യ അനിത ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലുണ്ടായിരുന്ന ഇളയ മകൻ വന്ന് ജനലിലൂടെ നോക്കിയപ്പോഴാണ് വേലായുധൻ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ മരിച്ച തളിക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് EG ചന്ദ്രബോസിനെ സർവകക്ഷി യോഗം അനുസ്മരിച്ചു. തളിക്കുളത്ത് നടന്ന അനുസ്മരണ യോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. PM ഖാദർ കുഞ്ഞി അധ്യക്ഷനായി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് ഘോഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം PI സജിത, NR വിനോദ് കുമാർ, KK ഭാഗ്യനാഥൻ, EPK സുഭാഷിതൻ, കിഷോർ കുമാർ, PI ഷൗക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം ഗോതുരത്തിൽ നടന്ന ക്യാമ്പ് മതിലകം BPC NC പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ PB ബിനോയ്, അഡ്വക്കേറ്റ് AD സുദർശൻ, KA അഖിലേഷ്, K ശ്രീരാജ്, സജിത പ്രദീപ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,875 രൂപ, പവന് 1,11,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം അന്വേഷണ റിപ്പോർട്ട് 6 മാസത്തിനകം സമർപ്പിക്കുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപകടകരമായ സാഹചര്യത്തിലാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടന്നത് എന്ന കമ്മീഷൻ. കളക്ടറിൽ നിന്നും കമ്മീഷണറിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ തേടി കമ്മീഷൻ. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന കോടാലി കടമ്പോട് സ്വദേശി അനോഷ് വ്യാഴാഴ്ച ആശുപത്രി വിടും. അനോഷിന്റെ പിറന്നാളിനെ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലം തകർന്ന യുവാവിന് ഗുരുതര പരിക്ക്. ഇതര സംസ്ഥാന സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ